18,253 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ. നേരത്തെ നൽകിയ 3,000 കോടി രൂപയ്ക്ക് പുറമെയാണ് കേന്ദ്ര സർക്കാരിന്റെ അധിക അനുമതി. കേരളത്തിന് 18,253 കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത്. നേരത്തെ കടമെടുക്കാൻ 3,000 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന തുകയിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും നൽകാനാണ് സർക്കാരിന്റെ നീക്കം. ഇതോടെ കടമെടുക്കാൻ അനുവദിച്ച തുക 21,253 കോടി രൂപയായി. ഈ വർഷത്തിൽ 37,512 കോടി രൂപയെ കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഏപ്രിൽ ആദ്യവാരം തന്നെ കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിരുന്നു. ഈ അനുമതി നൽകിയ തുക ഡിസംബർ വരെയാണോ മാർച്ച് വരെയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രത്തിന് കത്തയക്കാനും സംസ്ഥാനം തീരുമാനിച്ചിരുന്നു. ഇതിനു പുറമെ ഈ മാസം 28-ന് 3,500 കോടി രൂപ റിസർവ് ബാങ്ക് വഴി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 12 മാസ കാലാവധിയിൽ 2,000 കോടി രൂപയും 31 വർഷത്തേക്ക് 1,500 കോടി രൂപയുമാണ് കടമെടുക്കുക. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി 44,528 കോടി രൂപയാണ് ഈ വർഷം കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. ഈ തുക ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ 7,016 കോടി രൂപ കുറച്ചാണ് കേന്ദ്രം നിശ്ചയിച്ചത്. കൂട്ടത്തോടെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നതിനാൽ ഈ മാസവും അടുത്ത മാസവും ആനുകൂല്യങ്ങൾ നൽകാൻ 7,500 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിവരിക. ഈ തുക എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ. ജനം, തിരുവനന്തപുരം.